നമസ്കാരം. നാഥനില്ലാ കളരിയായി ആം ആദ്മി പാർട്ടി. കേജ്രിവാൾ തീഹാർ ജയിലിലേക്ക് ഇന്ന് മടങ്ങുമ്പോൾ ആപ്പ് വീണ്ടും കാറ്റുവിട്ട ബലൂൺ പോലെയാകും. പാർട്ടിയുടെ നെടുന്തൂണായ കേജ്രിവാൾ ഇനി പുറം ലോകം കാണുന്നതും കാത്ത അണികൾ പുറത്തുണ്ട്. പഠിച്ച പണിയെല്ലാം പയറ്റിയിട്ടും ജാമ്യം റദ്ദാക്കാൻ കേജ്രിവാളിന് കഴിഞ്ഞിട്ടില്ല. ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞു നോക്കി. വീട്ടുകാരെ തനിച്ചാക്കി പോകാൻ പറ്റില്ലെന്ന് വരെ കേജ്രിവാൾ പറഞ്ഞു. എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. മദ്യനയ കള്ളപ്പണ കേസിൽ കേജ്രിവാൾ അകത്തു തന്നെ ആയിരിക്കും. ഇനി വെളിച്ചം കാണണമെങ്കിൽ മോദി കനിയണം എന്ന സ്ഥിതിയായി. മാത്രമല്ല, തനിക്ക് കടുത്ത രോഗമുണ്ടെന്നും ജയിലിലേക്ക് തിരികെ പോയാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും പറയുന്ന കേജ്രിവാളിനെ പരിഹസിച്ചും കളിയാക്കിയും കണക്കിന് കൊടുക്കുകയാണ് BJP. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഡൽഹിയിലെ ഏത് ആശുപത്രിയിൽ വേണമെങ്കിൽ കാണിച്ചോളൂ എന്ന് പറഞ്ഞ് ആംബുലൻസ് അയച്ചു കൊടുത്ത BJP നേതാവ് വിജയ് ഗോയലും പരിഹസിച്ചു. അങ്ങനെ എല്ലാ രീതിയിലും ആപ്പ് വീഴുകയാണ്. വെട്ടുക്കിളി ആക്രമണം പോലെ BJP ആപ്പിനെ ആക്രമിക്കുന്നു. ഇടക്കാല ജാമ്യത്തിന്റെ കാലാവധി അവസാനിച്ച മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് മടങ്ങുന്നതോടെ ആം ആദ്മി പാർട്ടിക്കും ഡൽഹി സർക്കാരിനും കടുത്ത വെല്ലുവിളികളാണ് ഉള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് കേജ്രിവാൾ ജയിലിലേക്ക് മടങ്ങുന്നത് പാർട്ടിക്കുള്ളിൽ വലിയ നേതൃത്വ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. അതിനിടെ കേജ്രിവാളിന്റെ ഭാര്യ സുനിതയെ മുൻനിരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളിലും ചില നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. കേജ്രിവാൾ അറസ്റ്റിലായതിനു ശേഷം ഭരണകാര്യങ്ങളിൽ മന്ത്രി അതിഷിയും രാഷ്ട്രീയ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് മുൻപേ ജയിൽ മോചിതനായ രാജ്യസഭാ MP സഞ്ജയ് സിംഗുമാണ് സുപ്രധാന ചുമതലകൾ വഹിക്കുന്നത്. എന്നാൽ ജാമ്യം ലഭിച്ചു പുറത്തു വന്നതിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഉൾപ്പെടെ സുനിതയെ അല്ലാതെ മറ്റൊരു നേതാവിനെയും കേജ്രിവാൾ പിൻഗാമി എന്ന തരത്തിൽ അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. കേജ്രിവാളിന്റെ അസാന്നിധ്യം പ്രതിപക്ഷ സഖ്യത്തിനൊപ്പം നിന്ന് നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യങ്ങളിലും AAPയെ വിഷമത്തിലാക്കും. ഡൽഹിയിലെ അതിരൂക്ഷമായ ശുദ്ധജല ക്ഷാമമാണ് മറ്റൊരു പ്രധാന പ്രശ്നം. അതിനു പുറമെ രാഷ്ട്രീയവും ഭരണപരവുമായ മറ്റു വിഷയങ്ങളും പുറകെയുണ്ട്. പല കാര്യങ്ങളിലും കേന്ദ്ര സർക്കാരുമായി സ്ഥിരമുണ്ടാകുന്ന അധികാര തർക്കങ്ങളും പ്രതിസന്ധിയും ഉണ്ടാകുന്നു. ഔദ്യോഗിക വസതിയിൽ വെച്ച് സ്വാതി മലിവാൾ MPയെ കേജ്രിവാളിന്റെ മുൻ പേഴ്സണൽ സെക്രട്ടറി ബിഫവ് കുമാർ മർദ്ദിച്ചെന്ന കേസും കോടതിയിലാണ്. സ്വാതി മലിവാൾ പാർട്ടിക്കകത്തു നിന്ന് നിയമപോരാട്ടം നടത്തുന്നതും AAPയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. സ്വാതി മലിവാളിന് മർദ്ദനമേറ്റ വിഷയത്തിൽ കേജ്രിവാൾ മൗനം പാലിക്കുന്നതിൽ സഞ്ജയ് സിംഗ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കും അതൃപ്തിയുണ്ടെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. അതേസമയം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ആംബുലൻസ് അയച്ച BJP നേതാവ് വിജയ് ഗോയലിന്റെ പരിഹാസവും വലിയ ചർച്ചയാവുന്നു. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് കേജ്രിവാൾ പറഞ്ഞ പശ്ചാത്തലത്തിലായിരുന്നു ഇത്. ആംബുലൻസിൽ അദ്ദേഹത്തിന് ഡൽഹിയിലെ ഏത് ആശുപത്രിയിലും പോയി പരിശോധന നടത്താം. കേജ്രിവാൾ വെറുതെ നാടകം കളിക്കുകയാണ് എന്ന് ഗോയൽ പറഞ്ഞു. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേജ്രിവാൾ വിചാരണ കോടതിയിൽ ഇടക്കാല ജാമ്യത്തിന് അപേക്ഷ നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാനാണ് സുപ്രീം കോടതി ജൂൺ 1 വരെ ഇടക്കാല ജാമ്യം നൽകിയത്. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ കോൺഗ്രസ് ജയിച്ചാൽ താൻ തീഹാർ ജയിലിലേക്ക് തിരിച്ചു പോകില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ വിവാദ പ്രസ്താവന നടത്തി. ഇതിനെതിരെ BJP സുപ്രീം കോടതിയെ സമീപിച്ചു. അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം നീട്ടാനുള്ള അപേക്ഷ രജിസ്ട്രിയിൽ ഉൾപ്പെടുത്താൻ വരെ തയ്യാറായില്ല എന്നത് സുപ്രീം കോടതി ഈ അപേക്ഷയെ എത്രമാത്രം വില കുറച്ച് കാണുന്നു എന്നതിന് തെളിവായിരുന്നു. രജിസ്ട്രിയിൽ ഉൾപ്പെടുത്തിയതിനു ശേഷമേ കേസിൽ വാദം കേൾക്കാറുള്ളൂ. ഇപ്പോൾ ഡൽഹി റൌസ് അവന്യൂ കോടതിയിൽ 2 ജാമ്യാപേക്ഷകൾ വീണ്ടും അരവിന്ദ് കെജ്രിവാൾ നൽകിയിട്ടുണ്ട്. ആരോഗ്യപരമായ ദൗർബല്യങ്ങൾ കണക്കിലെടുത്ത് തന്റെ ഇടക്കാല ജാമ്യം നീട്ടണമെന്ന അപേക്ഷയാണ് ഇതിലൊന്ന്. ജയിലിൽ വെച്ച് തനിക്ക് 7 കിലോ ഭാരം കുറഞ്ഞെന്നും ശരീരത്തിലെ കിറ്റോൺ അളവ് കൂടിയതിനാൽ വൃക്കകൾക്ക് തകരാറുകൾ സംഭവിച്ചിരിക്കാമെന്നും കേജ്രിവാൾ അപേക്ഷയിൽ പറഞ്ഞു. തന്റെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ വരെ ബാധിച്ചിരിക്കാമെന്നും അർബുദം വരാൻ വരെ സാധ്യതയുണ്ടെന്നുമെല്ലാം പരിശോധിക്കാൻ സമയം തരണമെന്നുമാണ് കേജ്രിവാൾ ജാമ്യാപേക്ഷയിൽ പറഞ്ഞത്. കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ സാധാരണ ജാമ്യം നൽകണമെന്ന് ആവശ്യപ്പെടുന്നതാണ് രണ്ടാമത്തെ അപേക്ഷ. എന്നാൽ മദ്യനയ കേസിൽ പ്രധാന റോളിൽ കേജ്രിവാൾ ആയിരുന്നതിനാൽ ജാമ്യം നൽകരുതെന്ന് ED നേരത്തെ വാദിച്ചിരുന്നു. ഏതായാലും കേജ്രിവാൾ അകത്ത് തന്നെയായിരിക്കും.